1980 or 1981. I don't know when Brother Dinagaran first came to Trivandrum. That time I think I was doing my second year degree. ട്യൂഷൻ കഴിഞ്ഞിട്ട് വരുമ്പോഴേ അവിടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഒരു മീറ്റിംഗ്, ദാറ്റ് വാസ് ദ ഫസ്റ്റ് മീറ്റിംഗ്. ഞാൻ എൻ്റെ സൈക്കിൾ അവിടെ കൊണ്ടിങ്ങനെ വെച്ചിട്ട് നടന്ന് അവിടെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന ഗാലറിയിലിരുന്ന് ഇങ്ങനെ കേൾക്കുകയായിരുന്നു. So for the first meeting, first message, this was the message. മലയാളത്തിലൊന്നും ഡിസ്പ്ലേ എന്നല്ല, ഇംഗ്ലീഷിൽ വായിക്കാം. 2 Corinthians chapter 1 verse 3. Blessed be the God and Father of our Lord Jesus Christ, the Father of mercies and God of all comfort, who comforts us in all our affliction, so that we will be able to comfort those who are in affliction with the comfort with which we ourselves are comforted by God. മനസ്സലിവുള്ള പിതാവും സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലും ഉള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനല്ലേ? എത്ര പേരത് വിശ്വസിക്കുന്നു? കരങ്ങളൊരു സ്തോത്രം ചെയ്യുക. എനിക്ക് കരം കാണാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ കഷ്ടങ്ങളിലൊക്കെയും അവൻ തന്നെ നമ്മെ ആശ്വസിപ്പിക്കുന്നു. നമ്മുടെ ഭാരങ്ങളിൽ അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്നു. അതുകൊണ്ട് കർത്താവിന് ദാസൻ പറഞ്ഞു, ഇവിടെ വന്നിരിക്കുമ്പോൾ സിനിമ കണ്ടിട്ട് പോകുമ്പോൾ ആരോട് ഹായ് ബായ്, ഇറ്റ് വാസ് എ നൈസ് മൂവി എന്നൊന്നും നമ്മൾ ആരോടും പറയാറില്ല. ഞാൻ പണ്ട് ഒത്തിരി സിനിമ കാണുന്ന ആളായിരുന്നു. 81 അത് സ്റ്റോപ്പ് ചെയ്ത. ഇന്ന് വരെയും തിയേറ്ററിൽ പോയിട്ടില്ല, കണ്ടിട്ടുമില്ല. ഒരു 5 minutes പോലും എനിക്കൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ദ ഹോളി സ്പിരിറ്റ് ടുക്ക് മീ ഔട്ട് ഓഫ് ഇറ്റ്. അവിടെ ഞാൻ ഒരിക്കൽ പോലും ആളോട് താങ്ക് യു, നന്നായിരുന്നല്ലേ എന്ന്, പിന്നെ കാണാം എന്ന് കർത്താവിൻ ദാസൻ പറഞ്ഞ പറയാറില്ല. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ദൈവമക്കൾ തമ്മിൽ ആശ്വസിപ്പിക്കണം. ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. അതുകൊണ്ട് ഓർത്തോണം, എവിടെ വരുമ്പോഴും ഒന്ന് കൈയൊക്കെ കൊടുത്ത് അങ്കിളെ, ആൻറ്റി, അച്ചായ അല്ലെങ്കിൽ പേരൊക്കെ വിളിച്ച് അഭിസംബോധന ചെയ്ത് കർത്താവിൻ്റെ ദാസനെയും ദാസിയൊക്കെ ഒന്ന് കൈയൊക്കെ കൊടുത്ത്, നിങ്ങൾക്ക് അത്രയും ഫ്രീഡം ഉണ്ടെങ്കിൽ ഒന്ന് ഹഗ് ചെയ്തിട്ടൊക്കെ പോകണം. തെറ്റായിട്ട് പറയല്ല, അതൊരാശ്വാസമാണ്. ഹല്ലേലൂയ. എന്നോട് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ ഒന്ന് കൈ തന്നപ്പം വലിയ ആശ്വാസം ഉണ്ടായി. യു നെവർ നോ വാട്ട് ദാറ്റ് മാൻ ഈസ് ഗോയിങ് ത്രൂ. അവരുടെ ഭാരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ സകലതും അറിയുന്നവനായ ദൈവം. അപ്പോസ്തലനായ പൗലോസ് എന്താ പറഞ്ഞത്? എൻ്റെ ദൈവമോ നിൻ്റെ ബുദ്ധിമുട്ടിലൊക്കെയും അറിയുന്നു. എന്തൊരു നല്ല ദൈവമല്ലേ എൻ്റെ ദൈവം. നിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയുക. ഇതൊരു ലവിങ് ഗോഡാണ്. ഇത്രയും നല്ലൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് പ്രിയ കർത്താവിൻ ദാസൻ പറഞ്ഞൊന്ന് ആരാധിക്കണം, മനസ്സൊക്കെ തുറന്ന് ആരാധിക്കണം കേട്ടോ. Give him thanks with all your heart, with all your mind and all your soul. ഇവിടെയൊക്കെ വരുമ്പോൾ ചുമ്മാ ഇരുന്ന് കളയരുത്. ഒരു ആവർത്തന വിരസതയാകരുത്, റെപ്പിറ്റേഷൻ അല്ലേ. എപ്പോഴും ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു ഹാബിച്വൽ ഓറിയൻറ്റേഷൻ ദിവസം കൊടുക്കണം. ദിവസം കർത്താവിനെ ആരാധിക്കുക, കർത്താവിന് മഹത്വം കൊടുക്കുക, കർത്താവിൻ്റെ വചനം വായിക്കുക, അത് ഉൾക്കൊള്ളുക. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയയിലുള്ള സഭയ്ക്ക് എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയത്, ബി ആങ്ഷ്യസ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം, എന്നിട്ടൊന്ന് വായിക്കണം. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. ഫൈനലി ബ്രദറൻ, വാട്ട് എവർ ഈസ് ട്രൂ, വാട്ട് എവർ ഈസ് ഓണറബിൾ, വാട്ട് എവർ ഈസ് റൈറ്റ്, വാട്ട് എവർ ഈസ് പ്യുവർ, വാട്ട് എവർ ഈസ് ലവ്ലി, വാട്ട് എവർ ഈസ് ഓഫ് ഗുഡ് repute, if there is any excellence and if anything worthy of praise, dwell on these things, the things you have learned and received and heard and seen in me, practice these things and the God of peace will be with you. വായിച്ചോട്ടെ. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. 8-ാമത്തെ വാക്യം ഒന്ന് ഡിസ്പ്ലേ ചെയ്ത്. സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളും. ഇതൊക്കെ ആയിരിക്കട്ടെ നമ്മുടെ ചിന്ത കേട്ടോ. ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കരുത് കേട്ടോ. അത് ചിന്തിച്ച പ്രശ്നമാണ്. അപ്പുറത്തിരിക്കുന്ന പുള്ളിയുടെ കാര്യവും
പണ്ട് ചെയ്തതും ഇതൊന്നും അങ്ങ് ചിന്തിക്കാതിരിക്കുക. നല്ലൊരു അഡ്വൈസാണ്. ഇച്ചിരി പ്രയാസമാണ്, എനിക്കൊക്കെ ഭയങ്കര പ്രയാസം, ചിലപ്പോൾ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യമാണ്. ഈ പറഞ്ഞതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി. സമാധാനത്തിൻ്റെ ദൈവം കൂടെയിരിക്കും, നമ്മൾ സമാധാനം അനുഭവിക്കും. ആവർത്തനം 28:1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ അറിയാമോ എല്ലാവർക്കും? ഞാൻ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതല്ല, അത് ഓർമ്മയില്ലെങ്കിൽ വീട്ടിൽ ചെന്ന് നല്ലപോലെ പഠിക്കണം, ഒന്ന് ബൈഹാർട്ട് ചെയ്യണം. അതിനകത്ത് ഒത്തിരി അനുഗ്രഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിനൊക്കെ വേണ്ടിയല്ലേ സത്യം പറഞ്ഞ് നിങ്ങളിവിടെ വരുന്നേ അല്ലേ? അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്ത് പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ അപ്പവും നിൻ്റെ മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. പിന്നെ അതിനകത്തൊരു മേജർ കാര്യമുണ്ട്, പ്രിയ ബ്രദർ ഇവിടെ കർത്താവിൻ ദാസൻ പറഞ്ഞതുപോലെ, നിൻ്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും. എത്ര പേർക്ക് ആഗ്രഹം ഉണ്ട് കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന? കൈ പൊക്കി. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, കുഞ്ഞുങ്ങളുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ആഗ്രഹമുണ്ട് എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം. അതുകൊണ്ടാണ് പ്രവാചകനായ മോശ പറഞ്ഞത്, നിൻ്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും. ദാവീദ് പറഞ്ഞ്, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. ഇതെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ സൽഗുണമായതും നീതിയായുള്ളതും നിർമ്മലമായുള്ളതും ഘനമായുള്ളതും, എല്ലാം ഘനമുള്ളതാണ് കേട്ടോ, വെയിറ്റുള്ള കാര്യമാണ്. നമ്മളിവിടെ പറയുന്ന ഒന്ന് ലാഘവത്തോടെ പറയരുത്. പാസ്റ്റർ സാമിൻ്റെ പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടമാണ്, ഞാൻ ചിലപ്പം യൂട്യൂബിൽ കേൾക്കാറുണ്ട്. പണ്ട് ഞാൻ കേട്ടപ്പോൾ വളരെ ലൈറ്റായിട്ട് എല്ലാവരോടും ചോദിക്കുന്നു, അല്ലേ അങ്കിളെ ആൻറ്റി എന്നൊക്കെ പേഴ്സണലൈസ് ചെയ്ത്. എനിക്കങ്ങനെ അത്രയും പറയാൻ അറിയത്തില്ല. മേ ബി എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ അങ്ങനെ ആയിരിക്കും, എൻ്റെ ശരീരപ്രകൃതി അങ്ങനെയൊക്കെ ആയിരിക്കാം. എന്നെ കണ്ട ഇപ്പം ഞാൻ കാഷ്വൽ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചെറിയൊരു ഗുണ്ടാ ലുക്ക് ഉണ്ടെന്ന ആൾ പറയുന്നത്. ചർച്ചിലുള്ളവർ പറയും, പാസ്റ്റർ ഒന്നാമത് കണ്ണാടിക്കിടയിൽ കൂടെ ഇങ്ങനെ നോക്കരുത്, കാരണം ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ കാണാത്തതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ നോക്കും. അതൊരു വല്ലാത്ത വൃത്തികെട്ട ലുക്കാണ്. പാസ്റ്ററുടെ മുഖം നല്ല പ്ലസൻ്റ് ലുക്കാണ്. ഞങ്ങളുടെ ചർച്ചിലെ വേറൊരു പാസ്റ്ററുണ്ട്, സജി. അദ്ദേഹം വളരെ ലൈറ്റായിട്ട് സോഫ്റ്റായിട്ട് സംസാരിക്കും. എനിക്കത് അങ്ങനെ പറയാൻ അറിയത്തില്ല. എപ്പോഴും പറയും, കർത്താവേ, അതുകൊണ്ട് ഞാനിത് എല്ലാവരും കാണുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കും. ഇച്ചിരി സീരിയസ് ആയ വളരെ മോശമാണ്. അങ്ങനെയൊന്നും അല്ല വേണ്ടേ. ഞാനത് ഒരു ഹാബിച്വൽ ഓറിയൻറ്റേഷൻ എനിക്ക് തന്നെ കൊടുക്കാറുണ്ട്. നിർമ്മലമായുള്ളത്, നന്മയായുള്ളത്, നീതിയായുള്ളത്. അപ്പോൾ നമ്മൾ ഘനശാലികളായിരിക്കണം അല്ലേ? എത്ര ലൈറ്റായിട്ട് ഞാൻ തോമസ് കുട്ടിയോട് പറഞ്ഞ്, എത്ര ലൈറ്റായിട്ട് പാസ്റ്റർ കാര്യങ്ങൾ അവതരിപ്പിച്ച്. സജി പാസ്റ്റർ പറയുന്നില്ല, എനിക്കിങ്ങനെ പറയാൻ അറിയത്തില്ല, പറയുമ്പോൾ അങ്ങ് ഹാർഡായി പോവും. ഘനമായുള്ളത് സോഫ്റ്റായിട്ട് പറയട്ടെ, അത് ജനത്തിൻ്റെ ഹൃദയത്തിൽ വലിയ രൂപാന്തരമുണ്ടാകട്ടെ. നമ്മുടെ ദൈവമോ രൂപാന്തരങ്ങളുടെ ദൈവമാണ്. ആമേൻ, സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 1:18 പറയുന്നുണ്ട്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വരുന്നു. അപ്പോൾ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുവാൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇടയാകരുത്. നാം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? നീതിയായുള്ളത്, നിർമ്മലമായുള്ളത്, സത്യമായുള്ളത്, ഇതെല്ലാം പഠിക്കണം. ദിവസവും പഠിക്കണം. എന്നിട്ടത് നിങ്ങൾ ചിന്തിച്ചു കൊള്ളുവീൻ, ധ്യാനിച്ചു കൊള്ളുവീൻ. കോജിറ്റേറ്റ് അബൌട്ട് ഇറ്റ്, ടേക്ക് ഇറ്റ് ഇൻ യുവർ ഹാർട്ട്. അപ്പോൾ സമാധാനത്തിന് ദൈവം കൂടെ ഇരിക്കും. നമ്മൾ ചില ആളിലൊക്കെ നോക്കുമ്പം, ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, വെൻ വി വർ ഇൻ ദ മാർത്തോമാ ചർച്ച്, വൺ ഓഫ് ദ മാർത്തോമാ അച്ഛൻസ് കെയിം ആൻഡ് പ്രേഡ് ലൈക്ക് ദിസ്. ദൈവമേ, മറ്റുള്ളവർ ഈ കുടുംബത്തെ നോക്കുമ്പോൾ എന്താണ് ഈ മനുഷ്യർക്കുള്ള പ്രത്യേകത? ഇതൊരു നല്ല കാര്യമല്ലേ? കർത്താവ്, ഞാൻ രാവിലെയും പറഞ്ഞ കാര്യം, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തണം അല്ലേ? കർത്താവിൻ്റെ ദാസനും അത് ഓർമ്മിപ്പിച്ചു. അവൻ്റെ മുഖം കണ്ടാലേ ഞാൻ അതുകൊണ്ടാണ് ചിരിക്കുന്നത്. ചിരിച്ചില്ലെങ്കിൽ മഹാമോശം. മുഖം കണ്ടാലേ അറിയാം. ഒരു നിഗളം പിടിച്ച്, ഞാൻ ബാക്കിയൂടെ പറയട്ടോ, കുഴപ്പമില്ലല്ലേ പക്ഷേ, നിഗളം പിടിച്ച പെന്തക്കോസ്തുകാരൻ. ഞാൻ എത്ര പ്രാവശ്യം അത് കേട്ടിട്ടുണ്ടെന്നറിയാം. നാണക്കേടാ. സ്മൈൽ, സമാധാനത്തോടെ, സന്തോഷത്തോടെ. 4-ാം സങ്കീർത്തനം ഞാൻ കഴിഞ്ഞ 32 വർഷമായിട്ട് റിസൈറ്റ് ചെയ്യത്തില്ല. എനിക്ക് റിസൈറ്റ് ചെയ്യാൻ അറിയാം. ഞാൻ എൻ്റെ ബൈബിൾ തുറന്നു വെച്ച് NASB ഞാൻ വായിക്കും. മലയാളത്തിൽ പറയട്ടെ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. നമ്മെ നിർഭയം വസിക്കുമാറാക്കുന്ന ദൈവം. ഭയത്തോടൊന്ന് കിടന്നുറങ്ങി നോക്കി, ഇതൊരു പ്രശ്നമാണ്. എന്തൊരു സമാധാനത്തോടെ അവൻ കിടത്തി ഉറക്കിയില്ലേ? പ്രിയ ദേവദാസൻ പറഞ്ഞതുപോലെ സമാധാനത്തോടെ ഉറങ്ങിയില്ലേ?
കാർ പാർക്കിംഗ് കിട്ടിയില്ലെങ്കിൽ എന്തൊരു ആ സാം പാസ്റ്റർ അവിടെ പോയി വണ്ടിയും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അവൻ കൊണ്ടുവന്ന് ഫോട്ടോ എടുത്തേച്ചു പോകും. എനിക്ക് എന്നുള്ള ഫൈൻ കിട്ടി, ഫോട്ടോ എടുത്തേച്ചു പോവും, ഫൈനും കൊടുക്കണം. ചുമ്മാ ആരാധനിക്കുമ്പോൾ പിന്നെ പാസ്റ്ററേയും പിരാഗി, നമ്മളെയും പിരാഗി. സമാധാനത്തോടെ വണ്ടി പാർക്ക് ചെയ്ച്ച് കയറി വന്ന് ആരാധിച്ചേച്ച് പോകുക. നല്ല കാപ്പി കിട്ടുന്നുണ്ട്, ബിസ്ക്കറ്റും തരുന്നുണ്ട്. സ്തോത്രം അല്ലെ? സ്തോത്രം ചെയ്താട്ടെ. ഇതിനൊക്കെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒന്നുകൂടെ പറഞ്ഞാട്ടെ. ദാവീദ് പറഞ്ഞതുപോലെ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ വൈരികളിൽ നിന്ന് വിടുവിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി നടന്ന് മഹാത്മ്യങ്ങളെ പ്രവർത്തിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദാവീദ് രാജാവായി കയറിയപ്പോൾ ആദ്യം കൊണ്ടുവന്നൊരു വേർഡിക്റ്റായിരുന്നു. ലേവ്യരെ എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു എല്ലാവരും വന്നോണം, 24/7 സമാഗമനം. അന്ന് ആരാധന ആലയമില്ല, സമാഗമന കൂടല്ല. അവിടെ വന്ന് 24 hours ഇരുട്ട് വിളക്ക് അങ്ങ് പറഞ്ഞോണം. എന്താണ്? അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുള്ളൂ. വേറെ ഒന്നും നിങ്ങൾ പറയണ്ട, അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരാൾ മാറുമ്പോഴേക്കും മറ്റവൻ പറഞ്ഞുകൊണ്ട് കയറുകയാണ് ഇവിടെ. ആ ടേം കഴിയുമ്പോഴേക്കും 4 മണിക്കൂർ 8 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത ആൾ പറഞ്ഞുകൊണ്ട് കയറുക. അവിടെ ബ്രേക്ക് വരുന്നില്ല. The Lord is good, His mercy endures forever. The enduring mercy of our Lord, that is what we are enjoying day by day. ഇല്ലേ? ഇന്ന് രാവിലെ എഴുന്നേറ്റു, പരസഹായം കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു, കുളിച്ച് ഡ്രസ്സ് ചെയ്തു, വണ്ടി ഓടിച്ച് ഇവിടെ വന്നു. അല്ലേ? ഒരാളുടെ കൂടെ കയറി വന്നു, സ്വന്തമായിട്ട് കാപ്പി എടുത്ത് കുടിച്ചു, വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇതെല്ലാത്തിനും നന്ദി പറയറ്റുവാൻ, എല്ലാത്തിനും നന്ദി പറയാൻ ദൈവം നമ്മെ ഇടയാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ ഇത് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എത്ര പേര് എല്ലാ ദിവസവും വേദസ്വം വായിക്കും? ഇങ്ങനെ കടുപ്പിച്ച ചോദ്യമൊന്നും ചോദിക്കല്ലേ പാസ്റ്ററെ, നമ്മൾ ആരും വായിക്കുന്നില്ല. ഒരു കുറ്റബോധത്തോടെ ഇവിടുന്ന് പോകുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൽ കുത്ത് കൊണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു, കാരണം നിങ്ങളുടെ ഗുണത്തിനാണ്. ആമേൻ, സ്തോത്രം. വർഷങ്ങളായിട്ട് ഞാൻ വലിയ പുള്ളിയാന്ന് പറയുന്നതല്ല, എൻ്റെ മദറിലോ ഇങ്ങനെ വായിക്കുന്നത് കണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എത്രാമത്തെ പ്രാവശ്യം? അന്നേരം പുള്ളിക്കാർ പറഞ്ഞു നിങ്ങളുടെ 27ാമത്തെ പ്രാവശ്യം. നമ്മളത് കൊള്ളാമല്ലോ, നല്ല കാര്യമാണല്ലോ, ഒന്ന് വായിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ മലയാളത്തിൽ ഒന്ന് വായിച്ചു, ഒരു 2-2.5 വർഷം എടുത്തത് തീർക്കാൻ. ഇന്ന് 37ാമത്തെ പ്രാവശ്യം ഞാൻ വായിക്കുക. വലിയ പൊങ്ങച്ച ഒന്ന് പഠിക്കുക എന്ന് വിചാരിക്കരുത് കേട്ടോ. ഒരു ചാലഞ്ച് ഏറ്റെടുത്തേ, ഒന്ന് വായിച്ചേ. ആദ്യം ഇച്ചിരി പ്രയാസമാണ്, ചില വർഷങ്ങളൊക്കെ 2, 3, 4 പ്രാവശ്യം ഞാൻ വായിക്കും. ഇപ്പം എനിക്ക് ഭയങ്കര സ്പീഡാണ്, ഞാൻ ഒറ്റ വേർഷനേ വായിക്കാറുള്ളൂ. കാരണം വെച്ചാൽ എനിക്ക് മറ്റേത് വരുമ്പോഴേ എനിക്കറിയാം, ഐ നോ വാട്ട് ഈസ് നെക്സ്റ്റ്, ഐ നോ ദി നെക്സ്റ്റ് വേർഡ്. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവവചനം ദൈവത്തെ പോലെ പവർഫുള്ളാ. അത് അവിടെ എവിടെയും വെച്ച് കിടന്നുറങ്ങിയാൽ ഒന്നും പോകുന്നതല്ല. നീ വായിക്ക്, ഉറക്കെ വായിക്ക്. നിൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചെവിയിൽ, അവരുടെ കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്ത് അവരുടെ ചെവിയിലോട്ട് വായിക്ക്. ഉറക്കെ നിൻ്റെ ഭവനത്തിൽ അത് വായിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സന്ധിമജ്ജകളെ തുളച്ചു കയറുന്ന ദൈവത്തിൻ്റെ വചനം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ വചനം, കാദേശ് മരുഭൂമിയെ നടുക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. നിൻ്റെ ബന്ധങ്ങൾ അഴിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഭൂതങ്ങൾ വിട്ടുപോകുന്ന ദൈവത്തിൻ്റെ വചനം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ദൈവത്തിൻ്റെ നാമവും വചനവും. അതൊന്ന് സ്ഥിരമായിട്ട് ഉരുവിട്ടാട്ടെ. ഞാനൊരു കാര്യം, ഇത് ലൈവ് പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വെദർ ദാറ്റ്സ് ഗോയിങ് ടു ബി ആൻ ഒഫൻസ്. നമുക്കറിയാമല്ലോ, പല മതസ്ഥർ 10,000 തവണ ഒന്ന് ചാൻറ്റ് ചെയ്യുമ്പോൾ വിടുതലുകൾ ലഭിക്കുമെന്ന് അവർ പറയുന്നു. എനിക്കറിയത്തില്ല, ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. എനിക്കൊരിക്കലും ഒരു പ്രയാസഘട്ടം വന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചൊരു വചനമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. റോമർ 1:18. അന്യായമായി എനിക്കെതിരായിട്ട് വന്ന ഒരവസ്ഥ 3 ദിവസം കഴിഞ്ഞ് ഞാൻ ആ വ്യക്തിയെ കണ്ടുമുട്ടിയപ്പോൾ 1 മിനിറ്റ്, നോട്ട് ഈവൻ 60 seconds എന്നോടൊന്ന് ജമ്പ് ചെയ്തു. അത് കഴിഞ്ഞ് വളരെ ശാന്തനായി. ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നു, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്ക് നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. നിനക്ക് വേണ്ടി, ദൈവ പൈതലിന് വേണ്ടി. അത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ ദിവസങ്ങൾ ഏറ്റെടുത്താട്ടെ, നീ ഒരു അനുഗ്രഹമായിരിക്കും. ആവർത്തനം 28 പറയുന്ന പോലെ പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും.
അയൽവാസി പറയും, ഇവൻ അടുത്ത് വന്നതിന് ശേഷം എനിക്കൊരു അനുഗ്രഹമാണല്ലോ. നീ അകത്ത് വരുമ്പോൾ, നീ ഒരു ഭവനത്തിൽ ചെന്ന് ആ വീടങ്ങ് അനുഗ്രഹിക്കപ്പെടുക. നീ ആ ഭവനത്തിന് പുറത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടുക. ഹല്ലേലൂയ. ആടുമാടുകളുടെ പേര്, നിൻ്റെ സാമ്പത്തികം അനുഗ്രഹിക്കപ്പെടുക. ഇത് പ്രോസ്പെരിറ്റി തിയോളജി ഒന്നുമല്ല കേട്ടോ, എനിക്കതൊന്നും ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ് എൻ്റെ കർത്താവ് തരുന്ന പ്രോസ്പെരിറ്റി എനിക്കിഷ്ടമാണ്. ആമേൻ. ഒന്ന് വെച്ചാൽ രണ്ട് വെയ് രാജാവേ, ആ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ സാമ്പ്രാഷ്ട്രം അങ്ങനെയൊന്നും പഠിപ്പിക്കാറില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. ആ പരിപാടി ഇല്ല, നമുക്കാർക്കും ഇല്ല. ആമേൻ, സ്തോത്രം. നിൻ്റെ ആടുമാടുകളുടെ പേര്, നിൻ്റെ കന്നുകാലികളുടെ പിറപ്പ്. അന്നത്തെ ഇത് ബിസിനസ് അതൊക്കെയായിരുന്നു. നീ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. കാരണം നീ ഒരു അനുഗ്രഹമാകും. നീ അനുഗ്രഹമാകുന്നത് എന്തുകൊണ്ടാണ്? യേശു ക്രിസ്തു, ക്രൈസ്റ്റ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഈസ് ലിവിങ് ഇൻ യു. നിന്നിൽ വസിക്കുന്ന ക്രിസ്തു, അവൻ ചെന്നിടമെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞത് എന്താ? അവൻ സകലതും നന്നായി ചെയ്തു. അവൻ നിന്നിൽ വസിക്കുന്നെങ്കിൽ നീ ചെയ്യുന്നതെല്ലാം ശുഭമായിരിക്കും. നീ ഒരു അനുഗ്രഹമായി തീരും. അനുഗ്രഹത്തിൻ്റെതായൊരു പ്രസംഗമൊന്നുമല്ല, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ. ഹല്ലേലൂയ. അപ്പോസ്തലൻ പത്രോസ് പറഞ്ഞിട്ടുണ്ട്, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ അനുഗ്രഹിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരായിരിക്കാൻ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. ആമേൻ. സോദരൻ ഓട്ടോയിലൊക്കെ പോയി പൈസ കൊടുത്തിട്ട് അങ്ങ് പറയും, ദൈവം അനുഗ്രഹിക്കട്ടെ, ഗോഡ് ബ്ലെസ് യു. അപ്പോൾ അവരെ ഒന്ന് ചിരിക്കും. അപ്പോൾ അവന് ഒന്ന് ആലോചിക്കും, എല്ലാവരെയും ഒന്ന് അനുഗ്രഹിച്ചു വിട്ടാട്ടെ. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ഈ ദിവസങ്ങളിൽ സമാധാനത്തിന് ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ, സമാധാനത്തോടുകൂടെ കിടന്നുറങ്ങണമെങ്കിൽ, ഘനമായുള്ളതും നിർമ്മലമായുള്ളതും നീതിയായുള്ളതും സത്യമായുള്ളതും സൽഗുണം സമ്പൂർത്തി ഇതൊക്കെയും പഠിച്ച് ധ്യാനിച്ച് ജീവിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവസരത്തിൽ തന്നെ കർത്താവിൻ്റെ ദാസന് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. താങ്ക് യു പാസ്റ്റർ ആൻഡ് സിസ്റ്റർ ജെസ്സി. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.